ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു എഗ് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ്, നമുക്ക് ആവശ്യമുള്ളത്ര വെജിറ്റബിൾസ് എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ക്യാപ്സിക്കവും അതുപോലെ സവാള ഒരു 3 എണ്ണം ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് ക്യാപ്സിക്കവും കൂടി എടുത്തിട്ടുണ്ട്, അതൊരെണ്ണം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകൊക്കെ നമ്മുടെ എരിവനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പച്ചമുളകൊന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള നല്ലപോലെ കൊത്തി ചെറുതാക്കി അരിയണം. ആ സവാള എന്നിട്ട് ഇളക്കി അതിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ഇത് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഇടാം. ഈ ഒരു കൂട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യാനുസരണം പൊടികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവറോ ക്യാരറ്റോ അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് ഒന്ന് വാട്ടി എടുത്താൽ കൂടുതൽ രുചികരമായിരിക്കും. അതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച ക്യാപ്സിക്കവും കുറച്ച് റെഡ് കളർ ക്യാപ്സിക്കവും കൂടി നമുക്കൊന്ന് അരിഞ്ഞതിട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. എല്ലാം പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എന്ന് പറഞ്ഞ പോലെ എടുക്കാം. ഈ മുട്ട ചിക്കി പൊരിച്ച് നമ്മൾ എടുക്കൂല, അതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് അതൊന്ന് ഡ്രൈ ആകുന്നിടം വരെ നമുക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ച് വെച്ചും ഒക്കെ ഒന്ന് അതൊന്ന് വേവിച്ച് ഒക്കെ എടുക്കാം. മല്ലിയില കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മല്ലിയിലയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കൂട്ട് ഒരു 6 ബർഗർ ബൺ ഉണ്ടാക്കാനായിട്ട് ഉള്ള അത്രയും കൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 എണ്ണത്തിൻ്റെ കാണിക്കുന്നുള്ളൂ. അതൊന്ന് നടുവേ ഒന്ന് നമുക്ക് മുറിച്ച് വെക്കാം. ഇത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. നമ്മളൊരു ബർഗർ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ എന്ത് വില കുറച്ചെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുമെന്നറിയുമോ. നമ്മൾ പുറമേ മേടിക്കുമ്പം കുറച്ച് വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണല്ലോ. അപ്പോൾ ശരിക്കും നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അതിനനുസരിച്ച് ടേസ്റ്റും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ബൺ മുറിച്ചതിന് ശേഷം ഞാനൊന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ 2 വശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഓവനിലൊന്നും വെച്ച് ചെയ്യാത്തത് കൊണ്ട് ബൺ ഇങ്ങനെ മുറിച്ചതിന് ശേഷം കുറച്ച് ബട്ടർ ചൂടാക്കി അതിലൊന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വർദ്ധിക്കും കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞൊന്നും പോകരുത്, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ ബണ്ണും അങ്ങനെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിനാവശ്യമായ സോസുകളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസും പിന്നെ മയോണൈസും കൂടെ യോജിപ്പിച്ചാണ് ഞാൻ ഇതിനാവശ്യമായ സോസ് എടുക്കുന്നത്. പിന്നെ ചില്ലി സോസും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് 2 മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പോലും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു ബൺ എടുത്തിട്ട് ആദ്യം അതിൽ നമുക്ക് ആ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം, ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 6 ബണ്ണിനുള്ളതുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, സവാള, തക്കാളി, ക്യാപ്സിക്കം അതെല്ലാം വെച്ച് കൊടുക്കാം. അത്രയും മാത്രം തന്നെ മതിയാവും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ അടച്ചു വെക്കുന്ന ആ ഭാഗവും കൂടെ ഇതുപോലെ സോസ് തേച്ചിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മളുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിലും ഒത്തിരി ഹെൽത്തിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ വിശപ്പൊക്കെ എവിടെ പോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ പറ്റും കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, സന്തോഷമായിരിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു.